ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മുടെ രാവിലത്തെ തിരക്കിട്ട ജോലികളൊക്കെ എല്ലാവരുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ചാനൽ തുടങ്ങി രണ്ടാമത്തെ വീഡിയോ ഇങ്ങനെയാണ് ഞങ്ങളുടെ പ്രഭാതങ്ങൾ എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു. അത് 34,000 ആൾക്കാർ കണ്ടു. അതൊക്കെ ഒരുപാട് സന്തോഷമുള്ള കാര്യം തന്നെ. അപ്പോൾ നമ്മൾ അതിൽ പിന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കൂടിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മുടെ രാവിലത്തെ വിശേഷങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചവർക്കൊക്കെ കാണാൻ വേണ്ടി. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 3:30 നമ്മൾ 4 മണിക്കാണ് എണീക്കാറ്. ചേട്ടനും ഞാനും എണീറ്റ് ഒരേപോലെ ജോലികൾ ചെയ്യും. അപ്പോൾ ഇന്ന് 3:30 എണീറ്റ് വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് തന്നെ നമുക്ക് കുറച്ച് സമയം അതൊക്കെ രണ്ടാൾ ചെയ്യുന്ന ജോലി ഒരാൾ ചെയ്തിട്ട് വീഡിയോ പിടിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ സമയം കുറേ വൈകും. 6 മണിയാകുമ്പോഴേക്കും ഇവിടെ പാല് വാങ്ങാൻ കുറേ ആൾക്കാർ വരും. പിന്നെ നമ്മുടെ പാലളക്കാൻ സൊസൈറ്റിയിൽ നിന്ന് വരും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് തിരക്കിട്ട് ജോലികൾ ചെയ്യണം. രാവിലെ 4 മണി തൊട്ട് 6-6:30 വരെ. അപ്പോൾ കൊതുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. കാരണം നല്ല കൊതുകുണ്ട്. പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് കൊതുകിൻ്റെ ശല്യം കൂടുതലാണ്. ഉള്ളിൽ ഫാനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷേ നല്ല കൊതുകുണ്ട്. അപ്പോൾ ചാണകമൊക്കെ വാരി. അപ്പോൾ ഇന്ന് മഴയില്ല, അല്ലെങ്കിൽ എന്ന് രാവിലെ നല്ല മഴയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇന്ന് മഴയൊന്നുമില്ല. അപ്പോൾ കണ്ണനൊക്കെ കൊതുക് കടിച്ചിട്ട് വയ്യ. കൊതുക് തിരി കത്തിച്ച് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. കൊതുക് തിരി കത്തിച്ച് കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ കിടക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എണീറ്റ് ചാണകമൊക്കെ കുറച്ചൊക്കെ വാരി ശരിയാക്കിയതിന് ശേഷം നമ്മൾ വൈക്കോൽ ഇട്ട് കൊടുക്കും. വൈക്കോൽ ആദ്യം തീറ്റിയാണ് കൊടുത്തിരുന്നത്. ആദ്യമൊക്കെ അപ്പോൾ നമ്മൾ സുപ്രീം കൊടുക്കാറുണ്ട്. അപ്പോൾ പറഞ്ഞു, ഒരു ദിവസം കയസ് സുപ്രീമിൻ്റെ അവിടുത്തെ ഒരു സാറ് വന്നൊരു ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു, സുപ്രീം അങ്ങനെ പെട്ടെന്ന് തന്നെ വെറും വയറ്റിൽ കൊടുക്കരുത്, അവർക്ക് ഗ്യാസ് നിറയാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം കുറച്ച് വൈക്കോലോ പുല്ലോ അല്ലെങ്കിൽ കായത്തൊലിയോ ഒക്കെ കൊടുക്കും. എന്നിട്ടാണ് തീറ്റ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ദേവുട്ടിയുടെ മോള്, അതുപോലെ കിങ്ങിന് മോളുടെ മോള്, അതുപോലെ ചക്കര ഒക്കെ എടുക്കുകയാണ്. നേരത്തെ എണീക്കാനൊക്കെ നല്ല മടിയാണ്. പക്ഷേ നമ്മുടെ ജോലികൾ എന്ന് പറയുന്നത് കാലത്ത് കറക്കും മുൻപ് തന്നെ എല്ലാവരെയും കുളിപ്പിച്ച് തൊഴുത്തൊക്കെ കഴുകി എന്നിട്ടാണ് നമ്മൾ കറക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിർബന്ധപൂർവ്വം അവരെ എണീപ്പിക്കേണ്ട കാര്യമുണ്ട്. ചാണകം കൊണ്ടുപോകാനാണ് ബുദ്ധിമുട്ട്. ചാണകത്തിൻ്റെ കാര്യത്തിലാണ് മിക്ക ക്ഷീരകർഷകരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് ചാണകത്തിൻ്റെ കാര്യം. അപ്പോൾ നമ്മുടെ ചാണകം കൊണ്ടുപോകാറുണ്ട്, ഒരാൾ സ്ഥിരമായി കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഈ വർഷക്കാലം ആയതുകൊണ്ട് തന്നെ പണിക്കാർക്ക് വരാനോ മഴയായിട്ട് ആ ചാണകം കയറ്റി കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ നിറയെ ചാണകമാണ്. ചാണകത്തിന് പൈസയൊന്നും കിട്ടുന്നില്ല. എങ്കിൽ പോലും ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും ചാണകം കൊണ്ടുപോകാനായിട്ട് വരുന്നില്ല. അതൊരു വിഷയം തന്നെയാണ്. നമ്മളാണെങ്കിൽ ചാണകക്കുഴിയൊന്നുമില്ല, അപ്പപ്പെടുന്ന ചാണകം സിമെൻറ്റ് ചാക്കിലാക്കിയിട്ട് നിറച്ച് വയ്ക്കും. അപ്പോൾ ചാണകം നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ചാണകം തരാം. ചാക്കിൽ നിറച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. നല്ല ചാണകമാണ്. പക്ഷേ അതിങ്ങനെ കെട്ടി വെച്ച് കൊണ്ടുപോകാനായിട്ട് ആൾക്കാർക്കൊക്കെ സുഖമാണ്. പക്ഷേ ആരും അറിയാത്തതുകൊണ്ട് ആവാൻ വഴിയില്ല. ഞാൻ എപ്പോഴും പറയും, വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചാണകം ആർക്കെങ്കിലും ആവശ്യമില്ല. ഇപ്പോൾ ഈ വർഷക്കാലമാണ്. തെങ്ങിൻ്റെ കടയൊക്കെ എടുത്ത് തടമൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അതിലൊക്കെ കൊണ്ടിടാനായിട്ട് നമുക്ക് ചാണകം ആവശ്യമുള്ളവരാർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, വന്നെടുത്ത് കൊണ്ടുപോകാം. അപ്പോൾ നമ്മൾ വൈക്കോല് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. കുറച്ച് വൈക്കോല ഇട്ട് കൊടുക്കുള്ളൂ. കായത്തൊലി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല വൈക്കോലിന് ചിലവുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വൈക്കോല് കിട്ടുന്ന സമയത്ത് കുറേ വൈക്കോല് വാങ്ങി സ്വരൂപിച്ച് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഭയങ്കര വിഷമായി തന്നെ. ഇത് നല്ല വിലയാണ് ഇപ്പോൾ വൈക്കോലിനൊക്കെ. അപ്പോൾ നമ്മൾ ആ സമയത്ത് തന്നെ ഏപ്രിൽ മാസത്തിൽ കുറേ വൈക്കോല് മേടിച്ച് ടെറസിനിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കുറേ വൈക്കോല് തിന്നും. നമ്മുടെ വല്യോള്, കണ്ണൻ, എല്ലാ പശുക്കളും അതെ. കായത്തൊലി എത്ര ഇട്ട് കൊടുത്താലും വൈക്കോലൊക്കെ നല്ല പോലെ തിന്നും. പിന്നെ കുറേ വലിച്ചിട്ട് കളയും. അപ്പോൾ ഒരു ദിവസം ഒരു കന്ന് വൈക്കോല് നമുക്ക് ചിലവുണ്ട്. അത് എന്തായാലും ഇട്ട് കൊടുക്കും. കായത്തൊലി ഉണ്ടെങ്കിലും അത് വയറിനും ഒരു നല്ലതാണ്. അവർക്ക് അയവട്ടാനൊക്കെ നല്ലതാണ് വൈക്കോല് കൊടുക്കുന്നത്. അത് വൈക്കോലിൽ നിന്ന് കാര്യമായിട്ട് ഗുണങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അവരുടെ വയറ്റിൽ അവർക്ക് നല്ല ദഹനത്തിനായിട്ട് അയവെട്ടാനായിട്ട് വൈക്കോല് നല്ലതായതുകൊണ്ട് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കും. രാവിലെ ഇങ്ങനെ എന്നും എണീക്കുമ്പോൾ ഒരു മടുപ്പൊക്കെ തോന്നും മനുഷ്യനല്ലേ. ചിലപ്പോഴൊക്കെ നമുക്ക് ഈ പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് എല്ലാവരും മൂടി പൊതിച്ച് കിടന്നുറങ്ങുമ്പോൾ നമ്മൾ അടുക്കളയിലേക്ക് എല്ലാം എണീക്കണത് നേരെ തൊഴുത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ എനിക്ക് മാത്രം ഇങ്ങനെ ഒരു ഭയങ്കര കഷ്ടപ്പാടാണ്, 365 ദിവസവും തന്നെ പണി. അപ്പോൾ ഇടയ്ക്കൊക്കെ അങ്ങനെ തോന്നുമ്പോൾ ഞാൻ വിചാരിക്കും, നമ്മുടെ ചുറ്റുപാടും എത്രയോ പേര് ഒന്നും എണീക്കാൻ പറ്റാതെ, ഇന്ന് അവരവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ
എത്ര ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അതൊന്നല്ലല്ലോ നമുക്ക്. അഥവാ അവർക്ക് ചെയ്യാൻ പറ്റണവർക്ക് സ്വന്തമായി വീടില്ലാതെയും നമ്മുടെ അത്ര പോലും സ്ഥലമില്ലാതെയും നമ്മുടെ സാഹചര്യങ്ങളില്ലാതെ അവർക്കൊരു ജോലി ഇല്ലാത്ത കുറേ പേര് നമ്മുടെ ചുറ്റിൽ നമ്മൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ അതൊക്കെ കേൾക്കാം, കാണാം. അല്ല, ഇതൊക്കെ ഉണ്ടായിട്ടും ഇപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവന് പശു വളർത്തൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. കുറേ പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. പശുവും വേറൊരു തൊഴിലും കൂടി ചെയ്തിരുന്നതാണ്. ആ ജോലി പോയപ്പോൾ പശുക്കളെ മാത്രം വളർത്താമെന്ന് വിചാരിച്ചപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് പശുവിനൊക്കെ മേടിച്ച് നല്ല പാലുള്ള പശുവിനെ കൊണ്ടുവന്ന് നല്ല വില കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പശുവിനോട് വന്നപ്പോൾ അനാപ്ലാസ്മ തൈലേറിയ. അങ്ങനെ ആ പശുവിനെ കൊടുക്കേണ്ടി വന്നു. ഒരു 10 ലിറ്റർ പാലുണ്ടായിരുന്ന പശു 3 ലിറ്ററായി മാറി. അപ്പോൾ അവൻ എപ്പോഴും പറയും, ഷീബേച്ചി എൻ്റെ പശു വളർത്തൽ ശരിയാവണില്ല, എന്താ ചെയ്യുക, എനിക്ക് പശുക്കളെയാണ് ഇഷ്ടം. എന്നിട്ട് അവൻ ഓൺലൈൻ ബിസിനസ്സൊക്കെ ചെയ്ത് നോക്കി. എന്ത് ചെയ്താലും അങ്ങോട്ട് ശരിയാവാത്ത കുറേ പേരുണ്ട്. അങ്ങനെ ബിസിനസ് ചെയ്തിട്ട് അത് ഒന്നിലേക്ക് എത്താത്ത, അല്ലെങ്കിൽ നമുക്ക് ആ ബിസിനസ്സിൽ ബുദ്ധിമുട്ട് വരുന്നത്, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ അതിനേക്കാളൊക്കെ എത്ര ഈസിയാണ്. അല്ലെങ്കിൽ വലിയ കുഴപ്പങ്ങളില്ലാതെ നമുക്ക് പശുക്കൾക്ക് അസുഖങ്ങളില്ലാതെ നമുക്ക് 10-20 വർഷമായിട്ട് ഇങ്ങനെ ചെയ്യാനായിട്ട് ആരോഗ്യം ഉണ്ടായതൊക്കെ ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹങ്ങളെ നമ്മൾ കാണാതെ നമ്മുടെ ജോലികളിൽ ബുദ്ധിമുട്ട് കണ്ടെത്തിയ നമുക്ക് ചെയ്യുന്ന ജോലിയിൽ ഒരു വിഷമം, എപ്പോഴെങ്കിലും മടുപ്പ് തോന്നി കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ഭാരമാവും. പക്ഷേ നമ്മൾ ചെയ്യുന്ന ജോലി സന്തോഷത്തോടെയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനോട് ഒരു വെറുപ്പുണ്ടാവില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര വർഷമായിട്ടും അവരൊക്കെ നോക്കാനും അവരെ കാര്യങ്ങൾ, നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നന്നായി ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് ഒരു ജോലി ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ നമ്മൾ തീറ്റയും ഇട്ട് കൊടുക്കും. വൈക്കോൽ തിന്നതിൻ്റെ പിന്നാലെ തന്നെ തീറ്റ കൊടുക്കും. തീറ്റയിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ കയ സുപ്രീമും പിന്നെ അവൽത്തവിടും കാൽസ്യവും കൊടുക്കും. കുട്ടികൾക്ക് പുഷ്ടിമയാണ് കൊടുക്കുക. കാണാനും മറ്റേ ചെറിയ കുട്ടികൾക്കൊക്കെ പുഷ്ടിമ കൊടുക്കും. തീറ്റയ്ക്ക് ഭയങ്കര തിരക്കാണ്. അപ്പോഴേക്കും പുല്ലുകൂട്ടിലേക്ക് കൈയൊക്കെ എടുത്ത് വെച്ച് ലഹളയാണ് ആ തീറ്റ കിട്ടാനായിട്ട്. ആദ്യമൊക്കെ തീറ്റ കഞ്ഞളത്തിലൊക്കെ ഒഴിച്ചൊക്കെ കൊടുക്കണ കാലത്തൊക്കെ കഞ്ഞിവെള്ളമൊക്കെ എടുത്തുകൊണ്ട് പൊളിച്ച കഞ്ഞളായിട്ട് എന്തോ അവരൊക്കെ തീറ്റയൊക്കെ ബാക്കി വയ്ക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് നനച്ച് തീറ്റ കൊടുക്കുമ്പോൾ ആരും ബാക്കി വയ്ക്കുന്നില്ല. തീറ്റയ്ക്ക് വേണ്ടിയിട്ട് ലഹളയാണ്. അപ്പോൾ തീറ്റ കൊടുക്കണതാണിപ്പോൾ. ഇനി നമ്മൾ തേച്ച് കഴുകുകയാണ്. അപ്പോൾ തല കുളിപ്പിക്കില്ല എല്ലാവരെയും. പിന്നെ ഈ എപ്പോഴും ഞാൻ പറയണ പോലെ തന്നെ കായത്തൊലി കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ ചാണകം നല്ല ലൂസാണ്. അപ്പോൾ കുളിപ്പിക്കാണ്ട് നമുക്ക് കറക്കാൻ പറ്റില്ല. വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്ത് പോരുന്ന പശുക്കളെ ശരിക്കും കുളിപ്പിക്കേണ്ട. അവർക്ക് വിയർപ്പ് ഗ്രന്ഥികളില്ല. അവരുടെ ഈച്ച കടിക്കാണ്ട് കൊതുക് കടിക്കാണ്ടിരിക്കാനൊക്കെ അവരുടെ ശരീരം ഉൽപ്പാദിപ്പിക്കണ ഒരു ഇതുണ്ട്. അപ്പോൾ അവർ കുളിപ്പിക്കേണ്ടെന്നൊക്കെയാണ് പറയണത്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഈ കായത്തൊലി കൊടുക്കുമ്പോൾ ചാണകം ലൂസാണ്. അപ്പോൾ രാത്രി മുഴുവൻ കിടന്ന് എണീക്കുമ്പോൾ എങ്ങനെയായാലും അവരുടെ മേത്ത് നിറയെ ചാണകം ഉണ്ടാവും. അപ്പോൾ തല കുളിപ്പിക്കാതെ നമ്മൾ മേൽ എപ്പോഴും കുളിപ്പിച്ച് നല്ല തൊഴുത്തൊക്കെ അടിച്ച് കഴുകി എന്നിട്ട് കറക്കാനിരിക്കുമ്പോഴൊരു സമാധാനമുള്ളൂ. അത് കാരണം നമ്മളെല്ലാവരെയും ആദ്യം ഒന്ന് പൈപ്പ് കൊണ്ട് അടിച്ച്. അപ്പോൾ ഈ പൈപ്പ് ഈ കുളിപ്പിക്കൽ നമ്മുടെ അന്നത്തെ വീഡിയോയിലിട്ടപ്പോൾ എല്ലാവരും പ്രഷർ വാഷർ വാങ്ങാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കിതുവരെ വാങ്ങാനായിട്ട് പറ്റിയിട്ടില്ലേ. പോയി അന്വേഷിച്ചൊക്കെ ചെയ്തു ഞങ്ങൾ. പക്ഷെ നല്ല കമ്പനിയുടെ കിട്ടാനും ആർക്കെങ്കിലും അറിയുമെന്ന് വെച്ചെങ്കിൽ അതേത് കമ്പനിയുടെ നല്ലതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. നമ്മളിത് വാങ്ങിയിട്ടില്ല, അടുത്ത് തന്നെ വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ വെള്ളം കുറച്ച് മതി, എന്നാൽ പണിയും കുറയുന്നുള്ള എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ അപ്പോൾ നമ്മൾ ഈ അടിച്ച് കഴുകണ വെള്ളമൊന്നും പോകാൻ നമ്മുടെ വീട്ടിൽ സൗകര്യമില്ല കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ അടിച്ച് കഴുകുന്നത് വരെ മൂത്രം ഒഴിക്കണം. വെള്ളമൊക്കെ ആദ്യം ഒരു ചെറിയ ടാങ്കിൽ വീഴും. അത് ഞാൻ വേറൊരു വീഡിയോയിൽ വിശദമായി കാണിക്കാം. ചെറിയൊരു ടാങ്കിലേക്ക് വീണിട്ട് അവിടെ നിന്ന് ഒരു വലിയൊരു കുഴി കുത്തിയിട്ട് അതിൽ 6 റിങ്ങിട്ടൊക്കെ നമ്മൾ അതിലേക്കാണ് ഈ വെള്ളം പോണത്. അവിടെ നിന്ന് നമ്മൾ ഒരു പറമ്പ്, നമ്മുടെ പറമ്പ് കഴിഞ്ഞ് അപ്പുറത്തെ പറമ്പ്, പിന്നെ ഒരു പറമ്പിലേക്കാണ് ഇത് മോട്ടർ അടിച്ച് വിടുകയാണ് ചെയ്യുക. അതൊരു ഇക്കാൻ്റെ പറമ്പാണ്. ആ ഇക്ക സമ്മതിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പശുക്കളെ വളർത്താൻ പറ്റണത്. അപ്പോൾ നമ്മളോട് വൈരാഗ്യമുള്ളൊരു കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്തു, അവിടേക്ക് വെള്ളം പോണത് കൊതുകുകളുണ്ട് അതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ആ ഇക്ക നമ്മുടെ ഒപ്പം നിന്നു. ആളിപ്പോൾ നല്ല പണമൊക്കെ ഉള്ള ആളാണ്. പക്ഷേ ആളെ വളർത്തിയത് ഉമ്മ പശുക്കളെ വളർത്തിയിട്ടാണ് അവരെയൊക്കെ വളർത്തിയതും അവരൊക്കെ ഈ ലെവലിലെത്തിയതെന്നാണ് പറയണത്. ഷീബയുടെ കൂടെ ഞാൻ അവിടെ വരെ നിൽക്കാം. നമുക്ക് 3.5 ഏക്കർ സ്ഥലമുണ്ട്. അതിലേക്ക് ഈ പശുക്കളെയൊക്കെ കഴുകണ വെള്ളം ഇടാം. അതിൻ്റെ തൊട്ടടുത്ത്
തൊട്ടടുത്ത് വീടുകളൊന്നുമില്ല, ആർക്കും അങ്ങനെ കംപ്ലൈൻറ്റ് പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ എല്ലാവരും അങ്ങനെയാണല്ലോ, നമ്മളൊരു ജോലി ചെയ്യണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ ഉപദ്രവിക്കാനായിട്ട് കുറേ പേര് നമ്മുടെ നാട്ടിലുണ്ടാവും. അപ്പോൾ ഇക്കാൻ്റെ സഹായത്തിലാണ് നമ്മളിപ്പോൾ ആളെന്തെങ്കിലും അവിടേക്ക് വെള്ളം വിടാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇത്രയും പശുക്കളെയൊന്നും വളർത്താൻ പറ്റില്ല. പക്ഷേ ആൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പം നന്മ പറ്റാത്ത കുറേ മനുഷ്യരിപ്പോഴും നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ഉണ്ടെന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞോൾക്ക് ഭയങ്കര ദേഷ്യമാണ് ഇങ്ങനെ തേച്ച് കഴുകുന്നതൊക്കെ. അവളെ ശ്രദ്ധിച്ചൊക്കെ നിന്ന് കഴുകണം. ചേട്ടന് ദേഷ്യം വരും. അപ്പോൾ ഞാൻ പറയും വേണ്ട, ഞാൻ കഴിക്കുന്നുണ്ട് അവരൊക്കെ എന്ന് പറയും. ഞാനാകുമ്പോൾ ബ്രഷ് എടുത്ത് പതുക്കെ ഉരച്ച് കഴുകി വൃത്തിയാക്കും. അപ്പോൾ കാലും കുളമ്പും അകിടൊക്കെ കഴുകി, അല്ലെങ്കിൽ നിറച്ച് ചാണകവും. പ്രത്യേകിച്ച് ദേവുട്ടിക്ക് ഇങ്ങനെ ചാണകത്തിൽ കിടന്ന ദേവുട്ടിയാണെങ്കിൽ പാലും പോവും. ഭാഗ്യത്തിന് എന്തോ നമുക്കൊരു ഭാഗ്യമുണ്ട്, അതുകൊണ്ടാണ് അകിട് വീക്കൊന്നും വരാത്ത ദേവുട്ടിനെ ഉച്ചയ്ക്ക് കറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും 1 ലിറ്ററോളം പാല് ദേവുട്ടിയുടെ പോയി കിടക്കുന്നുണ്ടാവും. നമുക്ക് 4 മണിക്ക് മുൻപൊക്കെ എണീറ്റ് 3 മണിക്കൊക്കെ എണീക്കുകയാണെങ്കിൽ ഇത്തിരി കുറവുണ്ടാവും. പക്ഷേ എന്നും അങ്ങനെ എണീക്കാൻ പറ്റണില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പാല് ദേവുട്ടിയുടെ പാലാണ് ഇവിടെ എല്ലാവരേക്കാളും കൂടുതൽ പോവുക. ബാക്കി ആരും അങ്ങനെ പോയില്ല. കിങ്ങിണി മോളുടെ കുറച്ച് പോവും, വലിയ കാര്യമായിട്ട് പോവില്ല. ദേവുട്ടിയുടെ പാല് കിടക്കുന്നുണ്ട് നമുക്ക് വിഷമോ, നമുക്ക് കിട്ടേണ്ട പാലല്ലേ ഈ താഴത്ത് പോയി കിടക്കണമെന്ന് തോന്നും. അപ്പോൾ കിങ്ങിണി മോൾക്ക് വീണ്ടും കിങ്ങിണി മോളെ കുത്തി വെച്ചതായിരുന്നു നമ്മൾ കഴിഞ്ഞ 10-ാം തീയതി. പക്ഷേ അവൾ ഈ പ്രാവശ്യം വീണ്ടും ഇന്ന് മതി കാണിച്ചേക്കാണ്. അപ്പം വിളിച്ച് കുത്തിവെക്കണം. കിങ്ങിണി മോളും വലിയോളും കൂടി ഗർഭിണിയായാലേ നമുക്കൊരു സമാധാനമുള്ളൂ. കുഞ്ഞോളെന്തായാലും ഗർഭിണിയാണ്, ദേവുട്ടിയും ഗർഭിണിയാണ്. ഇനി അവരെ 2 കൂടി ചെന പിടിപ്പിച്ച് വന്നാൽ നമുക്കൊരു ഇതുള്ളൂ. അടുത്ത വർഷത്തേക്ക് നമ്മുടെ ആൾക്കാരൊക്കെ ഇപ്പം തന്നെ പാല് കുറഞ്ഞു തുടങ്ങിയിട്ട് എല്ലാവരും പ്രസവിച്ചിട്ട് 6 മാസം 8 മാസമൊക്കെ ആയതോടുകൂടി പാല് കുറവാണ്. നമുക്കിപ്പോൾ ഒരു ആവറേജ് 5 ആളെ കറക്കണതിൽ ഇപ്പോൾ ചക്കര തന്നെ നോക്കണ്ട. ചക്കരയ്ക്ക് 3 ലിറ്റർ പാലേ കിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്ക് ഒരു കാലത്ത് തന്നെ നമുക്കൊരു 50 ലിറ്റർ പാല് ഉണ്ടാവണത്. അവർക്ക് എപ്പോഴും നല്ല തീറ്റയും നമ്മൾ ആ ഒരു ശ്രദ്ധയോടു കൂടി അവരെ നോക്കണത് കൊണ്ടാണ് അവർക്ക് ആ ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റും. കാലിത്തീറ്റയ്ക്ക് വില കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ കായത്തിലും ഇതൊക്കെ കിട്ടണത് കൊണ്ട് തന്നെ നമുക്ക് വലിയ കുഴപ്പങ്ങളില്ലാതെ കടന്നു പോകുന്നുണ്ട്. കുഞ്ഞാറ്റയ്ക്കൊക്കെ ഭയങ്കര ദേഷ്യമാണ് കഴുകണതൊക്കെ. രാവിലെ അല്ലെങ്കിൽ ആർക്കും ഇഷ്ടമുണ്ടാവുക ഈ പച്ചവെള്ളത്തിൽ കുളിക്കാനായിട്ട്. പക്ഷേ ഞാൻ നിർബന്ധപൂർവ്വം കുളിപ്പിക്കുകയാണല്ലോ. അപ്പോൾ കുഞ്ഞാറ്റേൻ്റെ ചേട്ടൻ ഫ്രണ്ടിൽ നിന്നിട്ട് വട്ടക്കയറും കയറും കൂടി ചേർത്ത് പിടിക്കും. വലിയോളെ ചേട്ടനാണ് കഴുകാറ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ പിടിക്കുന്നത് കൊണ്ട് തന്നെ ചേട്ടൻ ചെയ്യുന്ന ജോലികൾ ഇന്നത്തെ വീഡിയോയിലില്ല. എന്നാലും ഒരുവിധം പശുക്കളെ തേച്ച് കഴുകലൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യാറ്. ചേട്ടൻ തേച്ച് കഴുകുന്നവർക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. എന്തോ ഒരു ആകെ കിടന്ന് ലഹള വയ്ക്കും. അപ്പോൾ ഞാൻ പറയും ഞാൻ തേച്ച് കഴുകിക്കൊണ്ട് ബാക്കി ചാണകം ചാക്കലാക്കലും കെട്ടലൊക്കെ ചെയ്തോളാൻ പറയും. ഇപ്പോൾ വലിയോളെപ്പോഴും ചേട്ടനാണ് കഴുകാറ്. ഇന്നിപ്പോൾ ഞാൻ കഴുകാമെന്ന് വിചാരിച്ചു. വലിയോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കുളിക്കാനായിട്ട്. അവളെങ്ങനെ വേണമെങ്കിൽ നിന്നത് കാണിച്ച് തരും. ഒരു എണ്ണങ്ങില്ല, നല്ല സുഖം അവളെ കുളിപ്പിക്കാനായിട്ട്. അപ്പോൾ രാവിലെ ഏറ്റു കഴിഞ്ഞാൽ നമ്മൾ എണീറ്റ് വരുമ്പോൾ തന്നെ പശുക്കളൊക്കെ എങ്ങനെയാണ് ഇരിക്കണത്, ഒരു ഉഷാറല്ലേ, ഒരു ടെൻഷനാണ് കാലത്ത് എണീറ്റ് വരുമ്പോൾ. അവരാ കെട്ടിയ പൊസിഷനിൽ നിന്ന് എങ്ങനെയാണ് കിടക്കണത്. വാതിൽ തുറക്കുമ്പോൾ തന്നെ ഭയങ്കരമായൊരു ടെൻഷനോട് കൂടിയിട്ട് വാതിൽ തുറക്കുക. അവരൊക്കെ സുഖമായിട്ടിരിക്കണം. നമ്മുടെ മക്കളെ പോലെ നമ്മൾ സ്നേഹിക്കും, വളർത്തും. നമ്മുടെ ജീവിതമാർഗ്ഗമാണ് അവർ, ജീവനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരോട് ഒരുപാട് സ്നേഹവും ഇഷ്ടമൊക്കെ ഉണ്ട്. അപ്പോൾ കാലത്തത്തെ എല്ലാ കാര്യങ്ങളും കാണിക്കാമെന്ന് വെച്ചാൽ ഒരു വീഡിയോയിൽ ഭയങ്കരമായിട്ടുള്ള സമയം വരും. ഇപ്പം ഇതന്നെ ഒരു ലോങ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ പാർട്ട് 1, 2, 3 ഒക്കെ ആയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. എന്നാലേ നമുക്ക് കാലത്തെ ഒരു 11 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പറ്റുള്ളൂ. ഇതിൽ തന്നെ കുറച്ചൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് നമ്മൾ ഇടുന്നത്. എല്ലാം കാണിക്കാൻ പറ്റില്ലല്ലോ. എന്നാലും നമ്മളിങ്ങനെയൊക്കെയാണ് ജീവിതം. ഇങ്ങനെയുള്ളവരും ഉണ്ട്. നമുക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ ഇത് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.